ഹലോ വെൽക്കം ടു സാലി കിച്ചൺ. ഇന്നൊരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സ്നാക്കാണ് കാണിക്കുന്നത്. ഒരു ബോട്ട് ടൈപ്പ് സമൂസ. നമ്മുടെ സാധാരണ സമൂസൻ്റെ ഫില്ലിങ് തന്നെയാണ്, പക്ഷേ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഷേപ്പിലാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കി എടുക്കാൻ നോക്കാം. അപ്പോൾ ലാസ്റ്റ് വീഡിയോ ഞാനൊരു ഗീവ് അവേ അനൗൺസ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും അടിപൊളിക്ക് നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ മുതലാണ് നമ്മുടെ ഗീവ് അവേ സ്റ്റാർട്ട് ആകുന്നത്. ആദ്യത്തെ ഒരു മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഈ ഒരു മുകളിൽ വരുന്ന ഐ ബട്ടൺ പ്രസ് ചെയ്താൽ മതി, നിങ്ങൾക്ക് ആ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആ വീഡിയോയിൽ ഞാൻ ഗിവ് അവേൻ്റെ ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ആ വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണാം, എന്നിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കുക. അപ്പോൾ ഒരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഈ ടൈപ്പ് പാനും ഉണ്ട് കേട്ടോ നമ്മുടെ ഗീവ് അവേയുടെ ഫസ്റ്റ് പ്രൈസിലുള്ള കുക്ക്വെയർ സെറ്റിൽ. അപ്പോൾ എണ്ണ ചൂടായിട്ട് വരുന്നുണ്ട്. ഇതിലേക്ക് 2 സവാള, ചെറിയ സവാളയാണ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തത്, 1 ടീസ്പൂൺ ഇഞ്ചി കട്ട് ചെയ്തത്, പിന്നെ 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ചേർത്തിട്ട് ഇത് നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നവരെ തന്നെ ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേവിച്ച ബീഫാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അധികമൊന്നുമില്ല, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇത് അത്രയല്ലേ മസാലയുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ബീഫ് ഒഴിവാക്കിയിട്ട് പ്ലെയിൻ ആയിട്ട് ഈ ഒരു ഉള്ളി മസാല വെച്ചിട്ട് മാത്രം ചെയ്യാം. അതുമല്ല ചിക്കൻ ചേർക്കാം ബീഫിന് പകരം, പിന്നെ പൊട്ടാറ്റോ ചേർക്കാം, എന്ത് വേണമെങ്കിലും ചേർക്കാം. പ്ലെയിൻ ആയിട്ട് ആയാലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. യോജിപ്പിച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡിയായി. ഇനി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മൈദാമാവ് റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മൈദ ചേർത്തിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ഡോ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. പരത്തിയെടുക്കുന്ന സമയത്ത് മാവ് ഡിവൈഡ് ചെയ്യുന്നൊന്നുമില്ല, അത് അങ്ങനെ തന്നെ എടുത്തിട്ട് പരത്തിയെടുക്കുകയാണ്. കുറച്ച് പൊടി വിതറി കൊടുക്കുക, എന്നിട്ട് അത്യാവശ്യം നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. തിക്നെസ് വേണ്ട, ഒരു നോർമൽ ആയിട്ടുള്ള തിക്നെസ് മതി. അതിനുശേഷം ഇതുപോലൊരു അടപ്പ് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അടുപ്പിച്ചടുപ്പിച്ചിട്ട് റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ആ ബാക്കിയുള്ള ഭാഗം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു റൗണ്ടിലേക്ക് നടുവിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ് വെച്ച് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫില്ലിങ് മതി. എന്നിട്ട് ഇതിൽ കാണുന്ന പോലെ ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. ആദ്യം ഇങ്ങോട്ടാക്കിയിട്ട് നന്നായിട്ട് പ്രസ് ചെയ്യണം. ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ ഒന്നും ചേർക്കുന്നില്ല. നമ്മുടെ കൈ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഈ ഒരു 2 സൈഡിൽ നിന്നും ഇങ്ങനെ വലിച്ചിട്ട് ഈ ഒരു ഷേപ്പാക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കുന്നത്. ഒരു ബോട്ട് ആ ഒരു ടൈപ്പിലാണ് കേട്ടോ. ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക. നന്നായിട്ട് കൈവച്ചിട്ട് പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ഒട്ടി നിൽക്കുകയുള്ളൂ. ഇതുപോലെ എല്ലാം ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ലാസ്റ്റ് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കേ വേണ്ടു. അപ്പോൾ ഒരു ചീനച്ചട്ടിയിൽ അത്യാവശ്യം ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോന്നായിട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒരു സമയത്ത് നമ്മൾ 4 എണ്ണം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. സാധാരണ പോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്പെഷ്യലായിട്ടുള്ള ഈ ഒരു സമൂസ. അധികം എണ്ണ കുടിക്കുകയോ അങ്ങനത്തെ ഒന്നുമില്ല. കാണാൻ നല്ല വെറൈറ്റിയാണ്. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഗിവ് അവേൻ്റെ കാര്യം മറക്കണ്ട. എല്ലാവരും എന്തായാലും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. 1 മണിക്കൂറിൻ്റെ ഉള്ളിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. താങ്ക്